ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് രസമാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് രസം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യമേ കൊച്ചുള്ളി ഒരു 20 എണ്ണം, പിന്നെ മല്ലി 2 ടേബിൾ സ്പൂൺ മല്ലി, അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, പിന്നെ വറ്റൽ മുളക് ഒരു 20 എണ്ണം, പിന്നെ ടൊമാറ്റോ ഇവിടെ ഒരു 2 ടൊമാറ്റോ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന പുളിവെള്ളം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. അത് കഴിഞ്ഞ് 1/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. ഇതൊക്കെയാണ് നമുക്കിന്ന് രസം വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കും. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ മെയിൻ കുക്കിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് എടുത്ത പേസ്റ്റാണ് ഈ കാണുന്നത്. ഇനി അടുത്ത് എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആ പേസ്റ്റ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പിന്നെയും ആ പുളി നമുക്ക് കളയാതെ വെച്ചിരുന്നാൽ ആ പുളിയിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് ആ വെള്ളം തന്നെ നമുക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2.5 ഗ്ലാസ് പുളിവെള്ളം ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, തിളപ്പിച്ചതിന് ശേഷം അപ്പോൾ രസം ആയി കാണുമല്ലേ, ഇതെന്ത് രസം, ഇതല്ല രസം, ഇനി രസം വരാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണം, നമുക്ക് ഇനി കുറച്ചും കൂടെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ, അത് നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം നമ്മളിത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തിളക്കില്ല, കുറച്ച് സമയം എടുത്തേ തിളയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം, അങ്ങനെ വിചാരിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ ആ പേസ്റ്റ് അതേപോലെ നമ്മൾ ഇട്ടതാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഈ കുരുമുളകിൻ്റെ ആയാലും വറ്റൽമുളകിൻ്റെ ആയാലും വെളുത്തുള്ളി ആയാലും അതിൻ്റെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, അതിൻ്റെ കൊത്ത് എന്നൊക്കെ പറയില്ലേ, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിക്കാം. ഒരു 2-3 തിളപ്പ് വരുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് വയ്ക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് അരിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ചായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഈ വീട്ടിൽ അരിപ്പയുണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് വലിയ അരിപ്പയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ. കാരണം നമ്മളിങ്ങനെ അരിക്കുന്ന സമയത്ത് അതിൻ്റെ കൊത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം, പിന്നെ ബാക്കിയുള്ളത് ഒഴിക്കണം.
അപ്പോൾ കുറച്ചും കൂടെ വലുതാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട്, ഇത് പെട്ടെന്ന് വരില്ല കാരണം അതിൻ്റെ ബാക്കി മിക്സ് കിടക്കുന്നതുകൊണ്ട് നമ്മളിത് സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ കൂടെ കുറച്ച് കുറച്ചായിട്ട് വന്ന് വീഴും. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന ഈ കൊത്തുണ്ടാവും. ഈ കൊത്ത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം അതിൻ്റെ ആവശ്യം നമുക്കിനി ഇല്ല. ഈ നമ്മൾ അരിച്ചെടുക്കുന്ന ഈ വെള്ളമാണ് നമുക്കിനി ആവശ്യമായിട്ട് ഉള്ളത്. അങ്ങനെ നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എല്ലാം കൂടെ നമുക്ക് അരിച്ചൊന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് അരിച്ചെടുത്ത് കിട്ടിയ വെള്ളം. ഇനി ഇതിനെ നമ്മളൊന്ന് കടുക് താളിച്ച് എടുക്കണം. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടി എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന ആ വെള്ളം കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിടുക. പക്ഷെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ക്വാണ്ടിറ്റി എത്രയാണോ അത് ഇടുക. കാരണം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം അതിനകത്തോട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലി ഇല മാത്രം മതിയാവും, തണ്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇല മാത്രം ഇട്ടാൽ മതിയാവും. ഇട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് കുറച്ച് നേരം, ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ചൂടാക്കി ഇതൊന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ രസം ആയിട്ടുണ്ട്. ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു മല്ലിയിലയുടെയും നമ്മളെടുത്ത ആ ഉള്ളിയുടെയും കൊച്ചുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു എന്താണ് ഒരു മിക്സഡ് മണം അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ രസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.